പൂട്ടിപ്പോയ തോട്ടങ്ങൾ വനംവകുപ്പ് ഏറ്റെടുക്കണമെന്ന ജസ്റ്റിസ് കൃഷ്ണൻ നായർ കമ്മീഷൻ ശുപാർശ മന്ത്രിതല യോഗം തള്ളിക്കളഞ്ഞു. തൊഴിലാളികളുടെ ഉടമസ്ഥതയിൽ അല്ലാത്ത ലയങ്ങൾ സർക്കാർ ചെലവിൽ നവീകരിക്കേണ്ടതില്ലെന്നും തീരുമാനം. തോട്ടത്തൊഴിലാളികൾക്കായി സർക്കാർ സമഗ്ര പദ്ധതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ 24 പറഞ്ഞു. കേരളത്തിലെ തോട്ടങ്ങളുടെ സ്ഥിതിയെക്കുറിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ഗവൺമെൻറ് ജസ്റ്റിസ് ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷനായ ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. ആ സമിതിയുടെ നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്ലാന്റേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ചർച്ച ചെയ്തത്. ലയങ്ങളിൽ താമസിച്ച് ബുദ്ധിമുട്ടനുഭവിക്കുന്ന തോട്ടം തൊഴിലാളികൾക്ക് വാസയോഗ്യമായ സ്ഥലം സൃഷ്ടിച്ചു കൊടുക്കുന്നതിന് മറ്റേതെങ്കിലും പുതിയ സ്കീമുകൾ ആരംഭിക്കണമെന്നാണ് ആലോചിച്ചത്. അങ്ങനെ ആലോചിക്കാൻ കാരണം ലയങ്ങൾ നവീകരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം തോട്ടമുടമകൾക്കാണ്. തോട്ടമുടമകൾ ചെയ്യേണ്ട ജോലി സർക്കാർ ചെയ്യേണ്ടതില്ല. എന്നാൽ തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട ആവാസ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് ലൈഫ് പോലുള്ള എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടാക്കി ആ പദ്ധതിയിലൂടെ അവരെ പുനരധിവസിക്കാൻ കഴിയുമോ എന്നതാണ്. ലയങ്ങളിൽ സർക്കാർ പണം മുടക്കിയാൽ ആ കെട്ടിടങ്ങളുടെ വീടുകളുടെ ഉടമസ്ഥാവകാശം സർക്കാരിനാവുകയില്ല. സ്വകാര്യ തോട്ടങ്ങൾ പലതും പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം പ്രവർത്തനക്ഷമമായതുകൊണ്ട് തന്നെ തൊഴിലാളികളും തോട്ടമുടമകളും ഒരുപോലെ ബുദ്ധിമുട്ടുന്നുണ്ട്. അത്തരം തോട്ടങ്ങൾ സർക്കാർ ഏറ്റെടുക്കണമെന്നൊരു പ്രപ്പോസൽ നേരത്തെ RKDA ഫണ്ട് ഉപയോഗിച്ച് ചെയ്യണമെന്നൊരു നിർദ്ദേശം നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ അതുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നാണ് ഈ യോഗം തീരുമാനിച്ചത്. വിശദാംശങ്ങളുമായി ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന്. ദീപക്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ്. SKN, ഒരുപക്ഷെ സംസ്ഥാനത്തെ തോട്ടം തൊഴിൽ മേഖലയിലെ ഒരു നിർണായകമായ തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. കാരണം ഇതിന് രണ്ട് തലമുണ്ട്. ഒന്ന്, ഈ പൂട്ടിപ്പോയ തോട്ടങ്ങളെല്ലാം സർക്കാർ ഏറ്റെടുക്കണം എന്നതായിരുന്നു ശുപാർശ, കമ്മീഷൻ ശുപാർശ. ആ ശുപാർശ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മന്ത്രിമാരുടെ യോഗം പരിഗണിച്ചു. എന്നാൽ ആ യോഗത്തിലെടുത്ത തീരുമാനം അത്തരത്തിൽ ഏറ്റെടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും രണ്ട് കാര്യങ്ങളാണ് ഇതിൽ വരാൻ സാധ്യതയുള്ളത്. ഒന്ന്, സർക്കാരിൻ്റെ അടുത്തുള്ള സാമ്പത്തിക പ്രതിസന്ധി, ഇത്തരം പ്രശ്നങ്ങൾ. അത്തരം ഘട്ടത്തിൽ ഇത്തരം തോട്ടങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാരം നൽകണം. മാത്രമല്ല തോട്ടങ്ങളുടെ പുനരുദ്ധാരണം നടക്കണം. ഇതാണ് ഒരു കാര്യം. മറ്റൊരു ആക്ഷേപം വരാൻ സാധ്യതയുള്ളത് ഈ സ്വകാര്യ പ്ലാന്റേഷൻ മുതലാളിമാരെ സഹായിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് എന്ന് ഒരു വ്യാഖ്യാനം വരാനുള്ള സാധ്യതയും കൂടുതലാണ്. പക്ഷേ എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് ഏറ്റെടുക്കണമെന്നായിരുന്നു തീരുമാനം. അതുകൊണ്ടാണ് വനം മന്ത്രിയെ നമ്മൾ കണ്ടത്. വനം മന്ത്രി AK ശശീന്ദ്രൻ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഈ ഒരു വേളയിൽ അങ്ങനെ തോട്ടം ഏറ്റെടുക്കേണ്ടതില്ല എന്ന നിലപാട് സർക്കാർ എടുത്തത് ആലോചനയുടെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല ഈ യോഗത്തിൽ റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളുടെ മന്ത്രിമാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഏതായാലും ഈ പൂട്ടിപ്പോയ തോട്ടങ്ങൾ, പല തോട്ടങ്ങളും സർക്കാർ നൽകിയ ഭൂമിയാണ്, സ്വകാര്യ വ്യക്തികൾക്ക് പാട്ടത്തിന് നൽകിയതാണ്. അത് തിരിച്ചെടുക്കേണ്ടതില്ല എന്ന ഒരു നിർണായകമായ തീരുമാനം എടുത്തിരിക്കുന്നു. മറ്റൊരു കാര്യം തൊഴിലാളികളെ ബാധിക്കുന്നതാണ്. ഈ ലയങ്ങളുടെ പുനരുദ്ധാരണം സർക്കാർ നടത്തണം എന്നുള്ള നിലയിലുള്ള പ്രപ്പോസൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ തരത്തിൽ സർക്കാർ അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ടതില്ല. ലയങ്ങൾ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്നതാണ്. അതിൻ്റെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ അതിൻ്റെ കൈവശാവകാശം സ്വാഭാവികമായും തോട്ടം മുതലാളിമാർക്കാണ്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസം രണ്ടാഴ്ചയായി യോഗം നടന്നിട്ട് യോഗത്തിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നേ ഉള്ളൂ. SKN. ഓക്കെ, താങ്ക് യു. ദീപക് തർമ്മനാണ് വിവരങ്ങൾ നൽകിയത്. മിനിബാബു പറഞ്ഞു, ഞാൻ വിചാരിച്ചു ആ കുട്ടികൾക്ക് SKയുടെ വക ഒരു പശു കൊടുക്കുമെന്ന്. ഒരു പശുവല്ല, അതിൽ കൂടുതൽ പശുക്കളെ വേണമെങ്കിൽ ആ കുട്ടികൾക്ക് ഞാൻ കൊടുക്കും. കാര്യം ആ കുട്ടികൾ എനിക്ക് അത്ര ഇഷ്ടമായി. ആമിന പറഞ്ഞു, SKN ഫ്ലവേഴ്സ് ഒരു കോടി ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാകുമോ? ഇന്നലെ കാണാൻ പറ്റിയില്ല. ആമിന വിഷമിക്കേണ്ട, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഫ്ലവേഴ്സ് സംപ്രേഷണം ചെയ്യും. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9 മണിക്കാണ് ഫ്ലവേഴ്സ് ഒരു കോടി സംപ്രേഷണം ചെയ്യുക.